ശ്രീമദ് ഭാഗവതം ക്ലാസ് 319 11-ാമത്തെ സ്കന്ധത്തില് 27-ാമത്തെ അധ്യായമായിട്ട് പൂജാവിധാന കർമ്മയോഗമാണ്. പൂജിക്കേണ്ടത് ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്ന് പറയുമ്പോഴും അതിലൂടെ ഒരു പ്രതീകാത്മകമായിട്ട് ആ ഈശ്വരനെ വിവരിക്കുകയാണ്. എങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ സമീപിക്കേണ്ടത്? ഇതൊരു പ്രതീകാത്മകമായിട്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ, പക്ഷേ അതിൻ്റെ അകത്തൊരാശയമുണ്ട്. ആ ആശയം ഇതുവരെ ഭാഗവതം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു പ്രതീകാത്മകമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മളെ കൊണ്ട് ഒരു തരത്തിലൊരു കർമ്മം ചെയ്യിപ്പിച്ചത്, ഒരു പൂജ നടത്തിപ്പിച്ചിട്ട് ചിന്തിക്കുന്നവൻ അതിലൂടെ ആ സത്യം ഉൾക്കൊള്ളും. ചിന്തിക്കുന്നവനെ ഉൾക്കൊള്ളും, അല്ലാത്തവൻ അന്ധമായിട്ടത് ഫോളോ ചെയ്യും. അപ്പം ഇന്നത്തെ പൂജാരീതികളെല്ലാം ഇതിൽ നിന്ന് വന്നതാണെന്ന് അനുമാനിക്കാം. അപ്പം ഒന്നിൽ ഉദ്ധവർ ചോദിക്കുകയാണ്, ഏത് കാരണത്താൽ ഏത് സ്ഥലത്ത് വെച്ച് ഏത് പൂജയാൽ ഏത് ഭക്തന്മാർ താങ്കളെ ഏത് രൂപത്തിൽ പൂജിക്കണം, അതിൻ്റെ ക്രിയായോഗത്തെ ഉപദേശിക്കുക. ഒരു പൂജാവിധി അങ്ങയെ സാധാരണക്കാരന് അങ്ങയെ എങ്ങനെ സമീപിക്കണം, അതാണ് പൂജ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 2 നാരദനും വേദവ്യാസനും ബൃഹസ്പതിയുമെല്ലാം താങ്കളെ ആരാധിക്കുന്നതിനെ മനുഷ്യരുടെ മോശത്തിനായിട്ട് പറയുന്നു. അവരെല്ലാം തന്നെ താങ്കളെ ആരാധിക്കാൻ പറയുന്നതിന് മനുഷ്യർക്ക് മോക്ഷഹേതുവായി മോക്ഷം ലഭിക്കാനാണ്. മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പോകലല്ല. അപ്പോൾ പൂജയുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കുക? അത് ക്രിയയിലൂടെ, കർമ്മയോഗത്തിലൂടെ എങ്ങനെ മോക്ഷം പ്രാപിക്കണമെന്നാണ് പറഞ്ഞു തരുന്നത്. വേദവ്യാസനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി 3 താങ്കളുടെ താമരമുഖത്തിൽ നിന്നും, സുന്ദരമായ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ച ആ ആരാധനാക്രമം, താങ്കളാണ് ആരാധനാക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബ്രഹ്മദേവൻ പണ്ട് ഭൃഗു മുതലായ മക്കൾക്ക് ഉപദേശിച്ചിരുന്നു. അതേപോലെ തന്നെ പരമേശ്വരൻ പാർവതിക്കും ഉപദേശിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ പാർവതിക്കുമെല്ലാം സ്ത്രീകൾക്കുമെല്ലാം പൂജ ചെയ്യാമെന്ന് അർത്ഥം. പാർവതിക്ക് വെറുതെ കേൾക്കാൻ വേണ്ടി ഉപദേശിച്ചായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ക്ഷേത്രമെല്ലാം സ്ഥാപിച്ചിട്ട് പൂജിക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും പൂജ നടത്താം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി 4 അത് തന്നെ സകല വർണ്ണങ്ങൾക്കും, അത് എല്ലാ വർണ്ണങ്ങൾക്കും ബാധകമാണ്. പൂജ എന്നത് ഇന്നവർക്കേ പറ്റുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും പൂജിക്കാം. സകല വർണ്ണങ്ങൾക്കും സകല ആശ്രമികൾക്കും സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഉള്ള ശ്രേഷ്ഠധർമ്മമായി ഞാൻ കാണുന്നു. ഈ പൂജ എന്നത് ശൂദ്രന്മാർക്കടക്കം പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് പൂജ എന്നത് ഏതോ ഒരു കൂട്ടർക്ക് ചെയ്യും. ഇതല്ല, സ്ത്രീകളടക്കം. അത് പറഞ്ഞിട്ടില്ല, ആർത്തമില്ലാത്ത സ്ത്രീ, ഒരു 10 വയസ്സിന് മുമ്പിലുള്ള സ്ത്രീ അല്ലേ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീകളടക്കം ശൂദ്രരടക്കം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് ഈ പൂജാവിധി. ഇതിൽ നിന്നാണ് ഈ പൂജാക്രമം ഇന്നുണ്ടായിരിക്കുന്നത് ക്ഷേത്രങ്ങളിലെല്ലാം. പക്ഷേ
അവിടെ വരുമ്പോൾ അതിനെല്ലാം തരംതിരിച്ചു. 5 കർമ്മബന്ധങ്ങളിൽ നിന്നും മോക്ഷം നൽകുന്ന ആ ആരാധനാക്രമം ഭക്തനായ എനിക്ക് ഉപദേശിക്കുക. അപ്പം യഥാർത്ഥത്തിൽ അതിലൂടെ ഒരു ലക്ഷ്യം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ എന്താണത്? കർമ്മബന്ധത്തിൽ നിന്നും മോചനം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല, അതിനുള്ളതാണ്. അപ്പം 6 കൃഷ്ണൻ പറയുകയാണ്, ഗ്രന്ഥങ്ങൾ പറയുന്ന അന്തമില്ലാത്ത പൂജാശാസ്ത്രത്തിന് അറ്റമില്ല. ഗ്രന്ഥങ്ങളിൽ പലതരം പൂജാശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റമില്ല. അത് തന്നെയാണ് ഹിന്ദുക്കൾക്ക് തന്നെ എത്രയോ, ഹിന്ദുക്കൾ എന്ന് പറയുന്നവർക്ക് തന്നെ എത്രയോ ആചാരങ്ങൾ, പൂജാക്രമങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ പൂജാവിധിയുണ്ട്, മുസ്ലിങ്ങൾക്ക് അതേപോലെയുണ്ട്. അതിൻ്റെ ഒന്നും എണ്ണം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്രമത്തിൽ ചുരുക്കിയൊന്ന് പറയാം. ഇങ്ങനെ തന്നെ ആണെന്നൊന്നുമില്ല, എങ്ങനെയാണ് ചുരുക്കിയൊന്ന് പറയാം. എൻ്റെ പൂജ, എന്നെ പൂജിക്കേണ്ടത് വൈദികം, താന്ത്രികം, മിശ്രം എന്ന 3 വിധത്തിലാണ്. അതിൽ എനിക്കിഷ്ടപ്പെട്ട നിലയിൽ ക്രമത്തിൽ ഞാൻ പറയാം. 3 ക്രമത്തിലുണ്ട്. വൈദികം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. താന്ത്രികം എന്ന് പറഞ്ഞാൽ ടെക്നോളജി, ഒന്ന് സയൻസ്, മറ്റേ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനാണ്. അപ്പോഴാണ് ഈ ബിംബങ്ങളെല്ലാം വെച്ചിട്ട് പൂജിക്കാൻ തോന്നുന്നത്. യഥാർത്ഥത്തിൽ പൂജിക്കാൻ കൃഷ്ണൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, കണ്ണു അടച്ചിരുന്നിട്ട് അല്ലെങ്കിൽ എന്നെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക, അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ വേറെ തന്നെ ഒരു താന്ത്രികമായിട്ട് ചെയ്യണമെങ്കിൽ അതുമാകാം, അല്ല രണ്ടും കൂടിയ മിശ്രിതമായ പരിപാടികൾ ഉണ്ട്. അതിൽ നിന്ന് ഞാനൊന്ന് പറയുകയാണ്. മനുഷ്യർ ഉപനയനം, ആ ഉപനയനം മുതലാണ് ജ്ഞാനം നേടാൻ യോഗ്യരായിത്തീരുന്നത്. അപ്പോൾ മുതലാണ്. എല്ലാ ചെറിയ കുട്ടികളെ പിടിച്ചിട്ടൊന്നും പൂജ നടത്താനൊന്നും അവർ യോഗ്യരല്ല. ഉപനയനം കഴിയുമ്പോൾ തന്നെ വിദ്യ പഠിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മുതലാണ് അവർക്ക് ഈ വിഷയത്തിലേക്ക് തിരിയാൻ അവകാശമുണ്ട്. അല്ലാതെ ഉപനയനം കഴിഞ്ഞതിനെക്കാട്ടി മുമ്പിലൊന്നും ഈ പരിപാടിക്ക് കുട്ടികൾക്കൊന്നും ഇതിൻ്റെ അകത്ത് പ്രാധാന്യമില്ല. ഭക്തിയോടെ എങ്ങനെ ആരാധിക്കണമെന്ന് പറയാം. 9 ഭക്തിയോടെ കപടതയില്ലാതെ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പ്രതിമയാലോ ഭൂമിയിലോ അഗ്നിയിലോ സൂര്യനിലോ ജലത്തിലോ ഹൃദയത്തിലോ ബ്രാഹ്മണനിലേക്കെല്ലുമ്പോ ഗുരുവിലോ അങ്ങനെ എങ്ങനെയും ആരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് പൂജ നടത്താം. പൂജ നടത്താൻ വേണമെങ്കിൽ കപടതയില്ലായിരിക്കണം. പൂജാദ്രവ്യങ്ങളെല്ലാം വേണ്ടിക്ക് ഉപയോഗിക്കാം. പ്രതിമ വെച്ചിട്ടാകാം, ഭൂമിയെ തന്നെ പൂജിക്കാം, അഗ്നിയെ പൂജിക്കാം, പിന്നെയോ സൂര്യനെ പൂജിക്കാം, ജലത്തിൽ പൂജിക്കാം, ഇന്നുള്ള എല്ലാത്തിലും പൂജിക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അതിനൊരർത്ഥമുണ്ട്. എല്ലാറ്റിലും എന്നെ ദർശിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഞാനാണ്. എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കണം. അതുകൊണ്ടാണ് യുക്തിവാദികൾ ഡിങ്കനെ ആരാധിക്കുന്നത്. ഡിങ്കനെ ആരാധിക്കാം. ഇന്നൊന്നും പറഞ്ഞില്ല, എന്തുവാകാം. അതിൽ പക്ഷേ ഈശ്വരനെ ദർശിക്കണം. ഇപ്പം ഇസ്ലാമിലുള്ളവർ ആകാശത്തെ നോക്കി പ്രാർത്ഥിക്കുന്നു, ബിംബം വെക്കുന്നില്ല. അതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആകാശത്തിൽ നോക്കി പ്രാർത്ഥിക്കാം, ബിംബം വെച്ച് പ്രാർത്ഥിക്കാം, എന്തുവാണ് ഡിങ്കനെ വെച്ച് പ്രാർത്ഥിക്കാം.
ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. ഇന്നലെ കാണാൻ പറ്റുന്ന അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമി എന്ത് ചെയ്തത്? കല്ലെടുത്ത് കൊടുത്തു, കണ്ണാടി എടുത്തു കൊടുത്തു. കാരണം ഇതിലെല്ലാം എന്താണുള്ളത്? ഈശ്വരനാണ്. തൂണിലും തുരുമ്പിലും ഞാനുണ്ട്. ആ അർത്ഥത്തിലാണ് അതിനെ കണ്ടത്. അല്ലാതെ ആ കല്ല് ഈശ്വരനാണെന്നല്ല. ആ കല്ലിൻ്റെ അകത്ത് ആ കല്ലായി തീർന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ഈശ്വരൻ. എങ്ങനെ ആലോചിക്കാം? അതിലെ ഭർത്താവിനെ ദൈവമായി കണ്ടു എന്ന് പറഞ്ഞു ഭാര്യമാരോട്. അതിനുള്ള വിശാലമായ മാനസികമായിട്ട് വളർന്നാലേ അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും പറ്റില്ല. ഏത് മാനസികമായി വളരണം? എന്താണ് ഈശ്വരൻ എന്ന, അല്ല ഭർത്താവ് എന്താണെന്നല്ല, എന്താണ് ഈശ്വരൻ എന്ന ഒരു സങ്കല്പാദ്യം ഉണ്ടാണ്. എല്ലാം അതാണ്, ഭേദഭാവമില്ലാതെ എല്ലാം അതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭർത്താവ് എന്ത് തന്നെയാണ്? ദൈവം തന്നെയാണ്, ഈശ്വരനാണ്, ശ്രീഹരിയാണ്. അത് നല്ല ആ മാനസികാവസ്ഥയുണ്ടെങ്കിലേ പറ്റുള്ളൂ. 10 പല്ല് തേച്ച് മണ്ണ് കൊണ്ട് സ്നാനം ചെയ്ത്, കുളിക്കുന്നത് മണ്ണ് കൊണ്ടായിരിക്കണം. നല്ല പശ പോലെയുള്ള മണ്ണെടുത്തിട്ട് തേച്ചിട്ടാണ് കുളിക്കുന്നത്. അല്ലാതെ സോപ്പ് തേച്ചൊന്നും കുളിക്കരുത്. മണ്ണ് കൊണ്ട് സ്നാനം ചെയ്ത് വൈദികവും താന്ത്രികവുമായ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യണം. മന്ത്രങ്ങളെല്ലാം വേദത്തിലുണ്ടല്ലേ, ഏതെങ്കിലും മന്ത്രം എടുത്തിട്ട് ചൊല്ലിക്കൊണ്ട് ചെയ്യുക. 11 വേദം നിർദ്ദേശിക്കുന്ന സന്ധ്യാവന്ദനം മുതലായ, ചിലവർ രാവിലെ ചിലവർ സന്ധ്യക്ക് എല്ലാം ചെയ്യുക. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴെല്ലാം. അപ്പം എന്ത് ചെയ്യണം? കർമ്മങ്ങളോടെ കർമ്മബന്ധം നശിപ്പിക്കുന്ന എൻ്റെ പൂജ ചെയ്യണം. കർമ്മബന്ധം. ഇനി നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എനിക്ക് ബന്ധമില്ല. ഞാൻ എന്ത് കർമ്മം ചെയ്താലും അതിൽ പാപമില്ല പുണ്യമില്ല എന്ന നിലയിൽ വേണം ഇനിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എന്ന നിലയിൽ കണ്ടുകൊണ്ട് വേണം പൂജ ചെയ്യുക. അപ്പോൾ ഈ പൂജ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കർമ്മബന്ധങ്ങളിൽ നിന്നും വേർപെടുകയാണ്. കർമ്മം ചെയ്തത് ഞാൻ എനിക്ക് എന്ന നിലയിലല്ല, ആ ശക്തിക്ക് വേണ്ടിയാണ് ഇനി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ. ആ ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കാനാണിത് ചെയ്യുന്നത്. അപ്പം കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമയാകാം, മരം കൊണ്ട് നിർമ്മിച്ചതാകാം, സ്വർണം പോലെയുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കാം, മണ്ണ് ചന്ദനം മുതലായവ വെച്ചുകൊണ്ടാകാം, ചിത്രം വരച്ചതാകാം, മണലിൽ തീർത്താൽ മതി. മണലിൽ അപ്പം മേടിക്കൽ ഭൂമിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു മണൽ ഉരുട്ടി വെച്ചിട്ട് ചെയ്യാം. ഹൃദയത്തിൽ പൂജിക്കാം. നമ്മൾ ഉള്ളിൽ തന്നെ ഹൃദയത്തിൽ, അത് കുറച്ച് ഉയർന്നല്ലേ, അതാണ് ശരിയായ പൂജ. രത്നങ്ങൾ ഉണ്ടാക്കിയ പ്രതിമകളാകാം. ഇങ്ങനെ 8 വിധം പ്രതിമകൾ നിർമ്മിക്കാം. 13 പറയുന്നത് ഈശ്വരൻ്റെ ഇരിപ്പിടമായിട്ടാണ് പ്രതിമയെ സങ്കല്പിക്കുന്നത്. പ്രതിമയിൽ ഈശ്വരനുണ്ട് എന്നാണ് സങ്കല്പിക്കേണ്ടത്. അത് ചലവും അചലവും എന്ന് 2 തരത്തിലുണ്ട്. ഈ പ്രതിമ ചലവും അചലവും എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളത്, മറ്റേത് ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് നടക്കാവുന്ന ടൈപ്പ്, അല്ലെങ്കിൽ പുതിയ എടുത്ത് വെക്കും. അപ്പോൾ അമ്പലത്തിലെല്ലാം സ്ഥിരമാണ്. മറ്റുള്ളത് നമുക്കിപ്പോൾ ഒരു പൂജ വേണ്ടിക്കൽ അന്നേരം എടുത്തു വെക്കുക. നേരത്തെ പറഞ്ഞ പ്രതിമ എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കാം, പടവും എല്ലാം എടുത്തു വെക്കാം. സ്ഥിരമായിട്ടുള്ളതാണെങ്കിൽ അമ്പലത്തിൽ, ഇപ്പം വീട്ടിലെല്ലാണെങ്കിൽ മുറിയിൽ അങ്ങനെ സ്ഥിരമായിട്ട് വെക്കാം. സ്ഥിരമായ പ്രതിമയാണെങ്കിൽ പിന്നെ അതിനെ കളയുന്ന പരിപാടിയില്ല. അതേപോലെ തന്നെ അതിലിടക്ക് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ട, ആവാഹനം ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഈശ്വരൻ സ്ഥിരമായിട്ടിരിക്കുകയാണെന്ന് നമ്മൾ ആദ്യം തന്നെ സങ്കല്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ ഒരു കല്ലെടുത്തിട്ട്, നാരായണ ഗുരുസ്വാമി ഒരു കല്ലെടുത്തിട്ട് ഇന്ന് തന്നു,
കണ്ണാടി എടുത്ത് ഇതിനെ പൂജിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശങ്കയുണ്ട്, ഇതൊക്കെ വെള്ളത്തിൽ കിടന്ന സാധനമല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ അതിൽ ഈശ്വരനുണ്ട് എന്ന് സങ്കല്പിക്കണം. ഈശ്വരൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണ ഗുരുസ്വാമി തരുന്നത് ഈശ്വരനുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാത്തിലും ഈശ്വരനുണ്ട്, ഈശ്വരനില്ലാതെ ഒന്നുമില്ല. അപ്പം അത് ആ തരുന്നാക്ക് അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട്, അതിൽ ഈശ്വരനുണ്ട്. പക്ഷെ നമുക്കത് പെട്ടെന്ന് പിടികിട്ട് ഈ എടുത്ത് തന്നിരിക്കും, വെള്ളത്തിൽ നിന്ന് എടുത്ത് തന്നിരിക്കില്ല. അപ്പം അവിടെ ആവാഹനം ചെയ്യുക, നമ്മളെ മനസ്സിൽ അതിനകത്ത് ഈശ്വരനുണ്ട് എന്ന് സങ്കല്പിക്കുക. അത് വലിയ പാടൊന്നുമില്ല. ഈ തത്വം മനസ്സിലാവുക, എല്ലാത്തിലും തൂണിലും തുരുപ്പുമിലും ഉണ്ട് എന്നുള്ള ആ മന്ത്രം ഓർത്താൽ തന്നെ ആ ഉണ്ട്, ഇതിൻ്റെ അകത്തും ഈശ്വരനുണ്ട്, ഡിങ്കൻ്റെ പ്രതിമയിലും ഈശ്വരനുണ്ട്. അതാണ് യുക്തിവാദികൾക്ക്, ആ ഒരു വിശ്വാസത്തിലാണ് അവർ അതിനെ പൂജിക്കുന്നത്. ഈശ്വരൻ എല്ലാത്തിലും ഉണ്ടെങ്കിൽ പിന്നെ ഡിങ്കലിലുണ്ടായിക്കൂടെ, ലുട്ടാപ്പിയിലുണ്ടായിക്കൂടെ? അതിൽ വിശ്വാസം വന്നാൽ മതി. അതിലുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ട്. ലുട്ടാപ്പിൻ്റെ പടത്തിൽ ഈശ്വരനുണ്ട്, ആ വിശ്വാസം ഉണ്ടായാൽ മതി. പക്ഷെ ആ വിശ്വാസം ഉണ്ടാക്കുകയാണ് ആവാഹനം. അല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല. വേദം പറയുന്ന കല്ലിലും എല്ലാത്തിലും ഈശ്വരനുണ്ട്, കുറ്റിച്ചൂലിപ്പോലും ഈശ്വരനുണ്ട്, ആർത്തവമുള്ള സ്ത്രീയിലും ഈശ്വരനുണ്ട്. ആ ഒരു ഉയർന്ന നിലയിൽ ചിന്തിക്കുന്നവൻ അതുണ്ട്. എല്ലാത്തവനെ ആവാഹിച്ചിട്ടുണ്ട് എന്ന് അവനെ ബോധിപ്പിക്കണം. അതിന് വേണ്ടിയ ഈ ആവാഹനം എന്ന് പറയുന്നത്. അസ്ഥിരമായ പ്രതിമ നിർമ്മിക്കുകയോ നിർമ്മിക്കാതിരിക്കുകയോ എന്തോ ചെയ്യാം. എങ്ങനെയെടുക്കുക, എവിടെ നിന്നൊന്നും എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ പുതുത് ഉണ്ടാക്കി ചാരക്കൊണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്ത് വെച്ചാലും മതി. അതാണ് നാരായണ ഗുരുസ്വാമി എടുത്തു കൊടുത്തത്. നിർമ്മിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് എടുത്ത ഒരു കല്ലാണ്ടെടുത്ത് കൊടുത്തു. കണ്ണാടി ഇതാ പിടിച്ചോ ദൈവം കിടക്കുന്നത്, ധാരാളം. എല്ലാം നിർമ്മിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വസ്തു ഇവിടെ കിടക്കുന്ന, ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു ശംഖ് കിടക്കുന്നു, ഈ ശംഖ് എടുത്തിട്ട് ഇവിടെ വെച്ചാൽ ആ ഈശ്വരനാണ്. പിന്നെ അത് ഈശ്വരനാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്നതിനും ചിത്രത്തിനൊന്നും ജലതർപ്പണമൊന്നുമില്ല. അതിൻ്റെ വില കൊണ്ടിട്ട് പാലഭിഷേകവും നെയ്യഭിഷേകവും ഒന്നും നടത്തി കളയരുത്. കാരണം എന്തായി പോകും, പൊടിഞ്ഞു പോകും. അല്ലെ ചിത്രമാണെങ്കിൽ കേടായി പോകും. അപ്പം എല്ലാത്തിലും കയറിയിട്ട് ജലതർപ്പണം ചെയ്യണം, അല്ലെങ്കിൽ നെയ്യഭിഷേകം എല്ലാം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിമ അനുസരിച്ച് വേണം അത് ചെയ്യാൻ. അല്ലാതെ പടത്തുമ്മ കൊണ്ടായിട്ട് കയറി ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതാരും ചെയ്യില്ല. അതിവിടെ പറഞ്ഞേ ഉള്ളൂ. അല്പം ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ നെയ്യഭിഷേകം ചെയ്യുക, ജലതർപ്പണം ചെയ്യുക എന്നെല്ലാം പറയുമ്പോൾ കയറിയിട്ട് എന്നാൽ പിന്നെ പടത്തിൽ കയറി ഒഴിക്കണം എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ സംഗതി കടന്നു പോകും. ശാസ്ത്രം വിധിച്ച 15 കാലത്തിനനുസരിച്ച ദ്രവ്യങ്ങൾ ഫലേച്ഛയില്ലാത്ത ഭക്തന് പ്രതിമയിൽ എനിക്കായിക്കൊണ്ട് പൂജ ചെയ്യാം. അതുകൊണ്ട് പൂജ ചെയ്യാം. ഓരോ കാലത്തിന് യോജിച്ചത്. കാലത്തിൽ കിട്ടാത്ത സാധനം കൊണ്ട് എങ്ങനെ പൂജ ചെയ്യുന്നത്? എല്ലാ ദൈവത്തിന് നിത്യപൂജക്ക് കൊന്നപ്പൂവ് എടുക്കണം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ, വേദം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നപ്പൂവ് എല്ലാ കാലത്തും പൂക്കും. അപ്പം പൂജക്ക് കുറേ പുഷ്പങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിവസവും പൂജ നടത്തുന്നതിന് ദിവസവും ഉണ്ടാകുന്ന പൂവേ പറയാൻ പറ്റും. അല്ലാതെ എല്ലാ കാലത്തും ഇല്ലാതെ പൂവെടുത്തിട്ട് പൂജ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് കാലത്തിനനുസരിച്ച് ഉള്ള ദ്രവ്യങ്ങൾ കൊണ്ട്. ചില ദ്രവ്യങ്ങളൊന്നും എല്ലാ കാലത്തൊന്നും കിട്ടില്ല.
ഞാനിതിനിടയ്ക്ക് ഒരു ഓറഞ്ച് വാങ്ങാൻ നോക്കിയിട്ട് മാർക്കറ്റിലൊന്നും ഓറഞ്ചേ ഇല്ല. നേരം ഇപ്പം സീസണല്ല. അപ്പോൾ ദൈവത്തിന് ദിവസവും ഓറഞ്ച് നിവേദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പം ഇത് എഴുതിയവർ പറയുന്നതിലെല്ലാം ചെറിയ അർത്ഥങ്ങളുണ്ട്. എല്ലാ കാലത്തും കിട്ടുന്ന പൂക്കൾ വേണം. അപ്പം എങ്ങനെ കൊടുക്കണം? ഫലേച്ഛയില്ലാതെ തുടങ്ങണം. ഫലം പ്രതീക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഫലേച്ഛയില്ലാതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോക്ക് ജോലി കിട്ടണം, എൻ്റെ മോളെ കല്യാണം കഴിക്കണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി പൂജ നടത്തരുത്. കൃഷ്ണൻ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് തരിക, അങ്ങനെ തന്നു കഴിഞ്ഞ് ഭക്തി ഉണ്ടായാൽ നിന്നെ ഞാൻ പിച്ചക്കാരനാക്കി മാറ്റും. അവസാനം വീട്ടുകാരെല്ലാം നിന്നെ ഉപേക്ഷിക്കും. അപ്പോഴാണ് ഞാൻ വിരക്തനാക്കിയിട്ട് നിന്നെ എന്നിലേക്ക് ചേർക്കുന്നതെന്ന് കൃഷ്ണൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഫലം ഇച്ഛിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പൂജക്ക് പോയിട്ട് കാര്യമില്ല. ഹൃദയപൂജയിൽ ഹൃദയത്തിലാണ് പൂജിക്കുന്നുണ്ടെങ്കിൽ മനോകൽപ്പിതമായ രൂപത്തിൽ പൂജ ചെയ്യാം. നീ ഏത് രൂപത്തിലും പൂജ ചെയ്യാം. മനോകൽപ്പിത രൂപം. കൃഷ്ണന്റെ രൂപത്തിൽ ചിന്തിക്കേണ്ടിക്ക് കൃഷ്ണന്റെ രൂപത്തിൽ ചിന്തിച്ചോ. അള്ളാന്റെ രൂപത്തിൽ അള്ളാന്റെ രൂപമില്ല, ആ രൂപത്തിലെങ്കിൽ ആ രൂപത്തിൽ. യേശുവിൻ്റെ രൂപത്തിലാണ് യേശുവിൻ്റെ രൂപത്തിൽ പൂജിച്ചോ. കാരണം എല്ലാം എന്താണ്? ഞാനാണ്, ശ്രീഹരിയാണ്. അപ്പം ഇന്നതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏത് രൂപത്തിലും മനസ്സിൽ സങ്കല്പിക്കാം. കാരണം എല്ലാറ്റിലും ആ ശ്രീഹരിയെ, ഏകമായ ഈശ്വരനെ, രൂപവും ഭാവവും ഇല്ലാതെ ഈശ്വരനെ ദർശിക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതായതുകൊണ്ട് കൃഷ്ണനായിട്ടോ അള്ളയായിട്ടോ യഹോവയായിട്ടോ എന്ത് രൂപത്തിൽ വേണ്ടിക്കും നിങ്ങൾ കാണാം. പ്രതിമ, എന്ത് പ്രതിമയും ആകാം. അപ്പം കൃഷ്ണനായിട്ടോ ദേവനോ ദേവിയോ ഏതോ രൂപത്തിലായിക്കോ, ഭദ്രകാളിയോ ഏതോ ആകാം. കാരണം എല്ലാം ബ്രഹ്മം തന്നെയാണ്. ആ വിശാലാർത്ഥത്തിലാണ് ഈ പറയുന്നത്. ഭേദഭാവം പാടില്ല. അപ്പം പിന്നെ ഏതെടുത്താലും എന്താ കുഴപ്പം? ഭേദഭാവം ഉള്ളവനാണ് കൃഷ്ണനെ എടുക്കണോ മറ്റേ എടുക്കണോ എന്ന് തോന്നുന്നത്. ഭേദഭാവം ഇല്ലെങ്കിൽ കൃഷ്ണനായാലും കുഴപ്പമില്ല, കണ്ണാടിയായാലും കുഴപ്പമില്ല, കല്ലായാലും കുഴപ്പമില്ല. പതിനാറ്, പ്രതിമയിലെ പൂജയിൽ സ്നാനവും അലങ്കാരവും എനിക്ക് പ്രിയം. എന്നെ അലങ്കരിക്കാം. ഒരു പ്രതിമയായിട്ട് വരുമ്പോൾ എന്നെ അലങ്കരിക്കുന്ന എനിക്കിഷ്ടം തന്നെയാണ്. നമ്മൾ അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിനെ ആ ഒരു കൃഷ്ണൻ്റെ ഭാവനയിലാണ് അലങ്കരിക്കുക. കൃഷ്ണനായിട്ടാണെങ്കിൽ കൃഷ്ണനായിട്ട്, യേശുവായിട്ടാണെങ്കിൽ യേശുവിൻ്റെ രൂപത്തിൽ, നമ്മളെ ചിന്താരൂപത്തിലേക്ക് പോകും. ആ തരത്തിൽ എന്നെ അലങ്കരിക്കുന്നത്. അപ്പം മനസ്സതിലേക്ക് പോവുകയാണ്. ഇതുവരെ പറഞ്ഞത് നമ്മളെ മനസ്സ് ഉള്ളിൽ ആ രൂപം ചിന്തിക്കാനാണ്. ഇത് നിങ്ങൾ ഉള്ളിൽ കയറ്റാൻ നിങ്ങൾക്ക് കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഉള്ളിലുള്ള ഈശ്വരനുണ്ട്. ഉള്ളിലുള്ള നമ്മളിലുള്ള ഈശ്വരനെ മനസ്സിലാതെയാണ് നമ്മൾ പുറത്ത് തപ്പാൻ നടക്കുന്നത്. ബസ്സിലെല്ലാം കയറിയിട്ട് ദൂരെ കാണാൻ വേണ്ടി പോകുന്നത്. ഉള്ളിലുള്ളത് അകത്ത് കിടക്കുകയാണ്. അകത്തുള്ളത് പറ്റും. കൈമലുണ്ട് മുട്ടായി. ഈ മുട്ടായി നോക്കാതെ മുട്ടായി എവിടെ, മുട്ടായി എവിടെയുണ്ട്, നടന്നു പോയി കടയിൽ പോയിട്ട് മുട്ടായി വാങ്ങും. വല്ല കാര്യമുണ്ട്, ഇതെടുത്തങ്ങ് തിന്നാൽ പോരെ. മന്ത്രങ്ങളാലും ആകാം. എന്നെ പറ്റിയുള്ള മന്ത്രങ്ങൾ ചൊപ്പം അതിലൂടെയെങ്കിലും കുറച്ച് വേദമന്ത്രങ്ങൾ വരാട്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. അല്ലേ വേദം തൊടില്ല. അങ്ങനെ കുറച്ച് മന്ത്രങ്ങളെങ്കിലും പഠിച്ചു വെക്കട്ടെ.
അഗ്നിയിൽ പൂജിക്കുമ്പോൾ നെയ് മിശ്രിതമായ ഹവിസ് എനിക്കിഷ്ടം. അഗ്നിയിലാണെങ്കിൽ അഗ്നിയിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? കെട്ടുപോകും. അതുകൊണ്ട് നെയ്യ് അഭിഷേകം ചെയ്യുന്നതാണ് നല്ലത്. നെയ് മിശ്രിതമായ സാധനങ്ങൾ അഗ്നിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ്. അഗ്നിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ, സൂര്യനെയാണ് പൂജിക്കുന്നതെങ്കിൽ ഉപസ്ഥാനം, അർഘ്യം മൂലാവ എനിക്ക് പ്രിയങ്കരം. ജലത്തിലെങ്കിലും തർപ്പണമാണ് എനിക്ക് പ്രിയങ്കരം. അപ്പോൾ ഓരോന്നിനും പറ്റിയതിനിപ്പം അഗ്നിയിൽ കൊണ്ടുപോയി വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ജലത്തിലെങ്കിലും തർപ്പണമാണ് നല്ലത്. ജലം നല്ല ശ്രദ്ധയോടുകൂടി ജലതർപ്പണം ചെയ്യുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായ പരിപാടി, ചെലവ് കുറഞ്ഞ പരിപാടി ഇത് തന്നെയാണ്. ജലത്തിൽ പോയി ജലതർപ്പണം, അതും മതി. 18. ഭക്തിയില്ലാത്തവൻ എത്ര നേരം എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും പൂജിച്ചാലും അത് എനിക്ക് സന്തോഷത്തിന് ഹേതുവാകുന്നില്ല. ഭക്തിയില്ലാത്തവൻ ഇതൊന്നും കാട്ടിക്കൂട്ടിയതുകൊണ്ട് ഒരു കാര്യമില്ല. ജലം തൃപ്തി നൽകുമ്പോൾ, ജലതർപ്പണം കൊണ്ട് തൃപ്തി നൽകുന്നുണ്ടെങ്കിൽ ധൂപം, പുഷ്പം, ദീപം മുതലായവ നൽകുമ്പോൾ തൃപ്തി കിട്ടുമെന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. വെറും ജലം നൽകിയാൽ ഞാൻ തൃപ്തിയാവുമെങ്കിൽ ബാക്കി നിങ്ങളുടെ അടുത്തുള്ള എന്തുണ്ടെങ്കിലും തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം. ഇപ്പം ഇവിടെ പൂജയിൽ അർപ്പിക്കുന്ന എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈശ്വരനായിട്ട് സമർപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. നമ്മെ തന്നെ ഈശ്വരന് സമർപ്പിക്കുക. എൻ്റെ കൈമലൊരൊന്നുമില്ല, ഞാൻ പിച്ചക്കാരനാണെങ്കിലും ജലമില്ലാതെ പിച്ചക്കാരനില്ലല്ലോ. ജലം തന്നാൽ എനിക്ക് ഏറ്റവും തൃപ്തിയാണ്. ജലം തന്നാൽ മതി, ജലതർപ്പണം മതി. വേറെ വല്ലതുമല്ല നിങ്ങളുടെ കൈമലുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം തന്നെ ഇങ്ങോട്ട് തന്നോളൂ. സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണം തന്നോളൂ, പായസം ഉണ്ടെങ്കിൽ പായസം, നിൻ്റെ അടുത്ത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം അങ്ങ് തന്നോളൂ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം പരിശുദ്ധനായി 19 പൂജ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദ്രവ്യങ്ങളും ശേഖരിച്ചു വെക്കണം. നമ്മളുടെ അടുത്ത് എന്തെല്ലാം ഉണ്ട് എല്ലാം കൊടുത്തേക്കാം ഈശ്വരന്. നമ്മൾ എല്ലാ ദ്രവ്യങ്ങളും ശേഖരിക്കണം. അർപ്പിക്കാൻ പോകുന്നത് എന്താണ് അർപ്പിക്കേണ്ടത്? എല്ലാം അർപ്പിക്കണം. നമ്മുടെ അടുത്ത് എന്തെല്ലാം ഉണ്ടോ കഴിവനുസരിച്ച് എല്ലാം. വെള്ളമേ ഉള്ളെങ്കിൽ വെള്ളം എല്ലാം അങ്ങോട്ടൊക്കെ അർപ്പിച്ചിട്ട് അവസാനം അങ്ങേരെ എല്ലാം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ നമുക്ക് തരും. അത് നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ ബുദ്ധിയും ശരീരശക്തിയെല്ലാം പ്രപഞ്ചത്തിന് വേണ്ടി അർപ്പിക്കുക. അപ്പോൾ പ്രപഞ്ചം പുരോഗതി പ്രാപിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഉച്ഛിഷ്ടം, അതിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. ഇതാണ് ഈ ഒരു പൂജയിലൂടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. ദർഭപുല്ല് ആസനമായി സങ്കല്പിച്ചുകൊണ്ട് കിഴക്ക് ഓർ വടക്ക് അല്ലെങ്കിൽ എതിർദിശയിൽ ദർഭപ്പുല്ല് വിരിച്ച് ഇരുന്നു കൊണ്ട് പ്രതിമയിൽ പൂജ നമുക്ക് നടത്താം. ഗുരുവന്ദനം ചെയ്യണം. ആദ്യം തന്നെ ഗുരുവിനെ വന്ദിച്ചിട്ട് തന്നിൽ മന്ത്രന്യാസം ചെയ്ത് അഷ്ടാക്ഷരമുതലായ മന്ത്രന്യാസം ചെയ്യപ്പെട്ട പ്രതിമയെ എന്ത് വേണം? കരങ്ങൾ കൊണ്ട് അതിലെ പഴയ നിർമാല്യങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ശുദ്ധി ചെയ്യണം. എന്നിട്ട് പൂർണ്ണ കുംഭം വേണം.
ജലപാത്രമെല്ലാം നിറത്തി വെച്ചിട്ട് മുലാവ കൊണ്ട് സംസ്കാരം ചെയ്യണം എന്ന് പറയുകയാണ്. ആദ്യം തന്നെ അവിടെ കഴിഞ്ഞ ദിവസം ചെയ്ത എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റി ശുദ്ധിയായിട്ട് വെക്കുക. അപ്പം അത് സ്ഥിര പ്രതിമ വെച്ചിട്ട് ചെയ്യുന്നിടത്താണ്. ഇനി 21-22 പറയുകയാണ്, ജലത്താൽ മണ്ഡപം, പൂജാദ്രവ്യം എന്നിവയെല്ലാം പ്രോഷിച്ചുകൊണ്ട് പാദ്യം, അർഘ്യം, ആചരണീയം ഇവയായിക്കൊണ്ട് പ്രത്യേകം 3 പാത്രങ്ങളിൽ ജലം നിറച്ചു വെക്കണം. 3 പാത്രങ്ങളിൽ ജലം നിറച്ച് വെച്ചുകൊണ്ട് പിന്നെന്ത് വേണം? ആ പൂജ നടത്തുന്നവൻ ആ 3 പാത്രങ്ങളെയും ക്രമമായി ഓം ഹൃദയ നമ, ഓം ശിരസേ സ്വാഹ, ഓം ശിഖായായി വഷ്ട എന്ന മന്ത്രത്താലും ഗായത്രി മന്ത്രം എന്നിവയാൽ അഭിമന്ത്രണം ചെയ്യാം. ഇനി 32 പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് നമ്മളൊരു ചെറിയ ബ്രീത്തിങ് എക്സസൈസ് അല്ല, കുണ്ടലിനിയെ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ വയറ്റിലിരിക്കുന്ന വായുവിനെ ആധാരചക്രത്തിലേക്ക് ഉയർത്തിയിട്ട് അവിടെയുള്ള അഗ്നിയോടുകൂടി അതിനെ ലലാട ചക്രത്തിലിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തിലേക്ക് കുണ്ടലിനിയിലൂടെ ഉയർത്തിയിട്ട് ലലാട ചക്രത്തിലിരിക്കുന്ന ചന്ദ്രബിംബം, അപ്പം അവിടെ എത്തുമ്പോൾ ഈ അഗ്നി എന്താകും? ആ ചന്ദ്രബിംബത്തിൽ അഗ്നി ഇല്ലാതാകും, നനക്കപ്പെട്ടിട്ട് പിന്നെ അതിനെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഊമ, അതായത് ഓംകാരത്തിൻ്റെ പ്രണവത്തിൻ്റെ 3 അക്ഷരങ്ങളാണ്. ആ പ്രണവ മന്ത്രത്തിൽ സിദ്ധന്മാർ എന്ത് ചെയ്യും? ധ്യാനിക്കുന്നു. സിദ്ധന്മാരായ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ, എല്ലാവർക്കും അത് പറ്റില്ല. അത് മുമ്പ് പറഞ്ഞതാണ്. ഒരാസനത്തിൽ ഇരുന്നു കൊണ്ട് ശ്വാസത്തെ കുണ്ഡലിനിയുടെ അടിയിൽ നിന്നും വലിച്ചിട്ട്, ശ്വാസം വലിക്കുമ്പോൾ കുണ്ഡലിനിയിലോട്ട് ഉയരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് എത്തിക്കണം. അതായത് എല്ലാം നമ്മൾ ഹൃദയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് സിദ്ധന്മാർ അവിടെ എൻ്റെ ജീവൻ്റെ അംശമായിരിക്കുന്ന മൂർത്തിയെ ധ്യാനിക്കണം. എൻ്റെ ജീവൻ്റെ അംശം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീഹരിയുടെ ഒരു അംശമാണ് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന മൂർത്തി. ആ മൂർത്തിയെ അവിടെ ധ്യാനിക്കണം. അത് എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചാൽ ശ്രമിച്ചു നോക്കുക. ഇനി 24, ഞാനാകുന്ന മൂർത്തിയിൽ അവിടെ ഞാനാകുന്ന മൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ട് ആത്മാവിനെ ചേർത്ത് അനന്തരം പ്രതിമാദികളിൽ ആവാഹിച്ച് എന്നെ പൂജിക്കുക. എന്നിട്ട് അതിനെ പ്രതിമയിൽ ആവാഹിച്ചുകൊണ്ട് പൂജിക്കുക. അപ്പം എന്നിലുള്ള ഈശ്വരൻ തന്നെയാണ് എവിടെയുള്ളത്? ആ പ്രതിമയിലും ആവാഹിച്ച് വെച്ചിരിക്കുന്നത്. സ്ഥിരമായിട്ട് പൂജ വെച്ചിരിക്കുന്ന പ്രതിമയാണെങ്കിൽ പിന്നെ എപ്പോൾ ആവാഹിച്ച് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിലുള്ള ഹൃദയത്തിലുള്ള ആ ഈശ്വരനെ കാണാൻ പറ്റാത്തവർ അതിനെ എടുത്തിട്ട് പ്രതിമയിൽ പുറത്ത് വെച്ചിട്ട് നോക്കിയാണ്. എന്നിൽ ഉള്ളിൽ കിടക്കുന്ന ഈശ്വരനെ കാണാൻ പറ്റില്ല. അത് കാണാനാണ് ഇങ്ങനെ ഓടുന്നത്. ബസ്സുമെല്ലാം പിടിച്ചിട്ട് ഗുരുവായൂർ, ഹിമാലയത്തിലെല്ലാം ഓടുന്നത്. ഇതിപ്പോൾ എന്ത് ചെയ്യാന്ന് അവിടുന്ന് കാണാൻ പറ്റില്ലെങ്കിൽ അതിനിങ്ങ് എടുക്കും അവിടെ നിന്ന്. എന്നിട്ട് ആവാഹിച്ചിട്ട് മുമ്പിലുള്ള ബിംബത്തിൽ വെച്ചേക്കും. പിന്നെ ബിംബത്തിൽ വെച്ചിട്ട് ആരാധിക്കാം.
പിന്നെ 25-26 പറയുകയാണ്. പിന്നെ ഹൃദയത്തിലുള്ള അതിനെ എങ്ങനെ ധ്യാനിക്കണം? ആത്മാവെന്ന നിലയിലും ജ്ഞാനമെന്ന നിലയിലും ത്യാഗമെന്ന നിലയിലും ഐശ്വര്യം എല്ലാം കൂടിയ ആ 4 ധർമ്മദേവതകളായിട്ട് ചുറ്റപ്പെട്ടുകൊണ്ട് ഞാൻ ഈ 4 ധർമ്മദേവതകൾ കൊണ്ട് ചുറ്റപ്പെട്ടുകൊണ്ട് 9 ശക്തികളായ വിമല, ഉത്കർഷിണി, ജ്ഞാനം, ക്രിയ, യോഗ, ബൃഹ്വി, സത്യ, ഈശാനം, അനുഗ്രഹ, ഇങ്ങനെ 9 നവശക്തികളോടും കൂടി. അപ്പം ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്ന എന്താണ്? ഈ 4 ധർമ്മദേവതകളാലും ചുറ്റപ്പെട്ട് 9 ശക്തിവിശേഷങ്ങളാലും ചുറ്റപ്പെട്ടിട്ട് 8 ദളങ്ങളുള്ള ഒരു താമരയിലാണ് ഹൃദയത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇനി മുമ്പിൽ ബിംബത്തിൽ നമ്മൾ ദർശിക്കുന്നത്. ഹൃദയത്തിൽ ഇരുന്നതായിരുന്നു, അതിനെ ബിംബത്തിൽ ദർശിക്കുകയാണ്. എങ്ങനെ? ആ ദളങ്ങളിലെല്ലാം സൂര്യചന്ദ്രന്മാരെല്ലാം ഇരിക്കുന്നുണ്ട്. ആ ദളങ്ങളിലെല്ലാം ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേദമെന്ന സയൻസിലൂടെയും തന്ത്രം, വേദതന്ത്രം, വേദങ്ങളും അഥർവവേദവും, സയൻസ് ആൻഡ് ടെക്നോളജി, അതിൻ്റെ ആപ്ലിക്കേഷൻ. ഇവിടെ തന്ത്രമാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയാണ്. അപ്പം വേദം, തന്ത്രം എന്നിവയാൽ പാദ്യം, ആചമനം, അർഘ്യം മുതലായവ ഉപചാരങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഈ ബിംബത്തിൽ, ആ രൂപത്തിൽ നമ്മളതിനെ സങ്കല്പിക്കുകയാണ് ഈശ്വരൻ. അതിനെന്തെല്ലാമുണ്ട്? 27 സുദർശനം, പാഞ്ചജന്യം. പിന്നെ ഇതെല്ലാം അതിൽ നമ്മൾ ഭാവനയിൽ കണ്ടുകൊള്ളണം. പാഞ്ചജന്യം, ഗദ, ബാണം, വില്ല്, കലപ്പ, ഉലക്ക, കൗസ്തുഭം, വനമാല, ശ്രീവത്സം, ഇങ്ങനെയെല്ലാം അതിൽ ദർശിച്ചു കൊണ്ട് വേണം നമ്മൾ പൂജ നടത്തുവാൻ. ആ ബിംബത്തിൽ ഇതെല്ലാം നമ്മൾ ദർശിക്കുകയാണ്. ബിംബം ഇപ്പോൾ എന്തെങ്കിലും ഒരു കല്ല് എടുത്ത് വെച്ചാലും മതി, കണ്ണാടി എടുത്ത് വെച്ചാലും മതി, അതിൽ നമ്മളിതെല്ലാം ദർശിക്കാൻ ശ്രമിക്കണം. ഇതെല്ലാം ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിൽ ദർശിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എടുത്തിട്ട് ഈ കണ്ണാടിയിൽ വെച്ചിട്ട് നമ്മളതിൽ ദർശിക്കാൻ പോകുന്നത്. ഇനി 28, 29 അതിൻ്റെ 8 ദിക്കിലും നന്ദൻ, സുനന്ദൻ, പ്രചണ്ഡൻ, ചണ്ഡലൻ, മഹാബലൻ, ബലൻ, കുമുദൻ, കുമുദേക്ഷണൻ, ഇങ്ങനെ 8 ദിക്കിലും ഇവരെയും സങ്കല്പിച്ചുകൊണ്ട്, അതിന് ചുറ്റും 8 ദിക്കിലും ഇവരെയും സങ്കല്പിച്ച്, ഗരുഡനെ മുകളിൽ സങ്കല്പിച്ച്, ദുർഗയെ അഗ്നികോണിലും, വിനായകനെ നിര്യതികോണിലും, വേദവ്യാസനെ വായുകോണിലും, വിശ്വക്സേനനെ ഈശാനകോണിലും, ഗുരുവിനെ വാമഭാവത്തും, ഇന്ദ്രൻ പോലുള്ളവരെല്ലാം അവർക്കെല്ലാം കുറേ ദിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അവരെയെല്ലാം സങ്കല്പിച്ച് ഭഗവാനെ പാദ്യം, അർഘ്യം മുതലായവയാൽ പൂജിക്കുക. ഇതെല്ലാം കൂടുന്ന രൂപത്തിൽ ഭാവനയിൽ കണ്ടുകൊണ്ട് പൂജ നടത്തണം. ആ ബാഹ്യത്തിൽ ഇങ്ങനെയല്ല, നമ്മൾ ഉള്ളിൽ കാണാൻ പറ്റാതെ കൊണ്ടാണ് ഇങ്ങനെ രൂപത്തിൽ, പ്രാക്ടിക്കലാണല്ലോ. അപ്പം രൂപത്തിൽ ദർശിച്ചുകൊണ്ട് പൂജ നടത്തുന്നു. ഇനി 30, 31 ധനം, ചന്ദനം, പച്ചക്കർപ്പൂരം, കുങ്കുമപ്പൂവ് ഇവളോടുകൂടി ജലത്താൽ എന്തുവണ്ണം മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യണം. എന്തെല്ലാമാണ് ആ മന്ത്രങ്ങൾ? സുവർണേ ധർമ്മേ പരിവാകേന എന്ന അനുവാകത്താലും, ഗിതം തേ കുണ്ടരീഷ എന്ന് തുടങ്ങുന്ന മഹാപുരുഷ വിദ്യയാലും, സഹസ്രശീർഷ പുരുഷ എന്ന പുരുഷ സൂക്തത്താലും,
ഇന്ദ്രൻ നരോനെ മഥിത പിവന്തെ എന്ന സാമമന്ത്രത്താലും അഭിഷേകം ചെയ്യണം. അതിനുശേഷം 32 പിന്നെ വജ്രം യജ്ഞോപവീതമെല്ലാം ധരിച്ചുകൊണ്ട് എൻ്റെ ഭക്തൻ എന്ത് വേണം? എന്നെ അലങ്കരിക്കണം. അതായത് ആ വിഗ്രഹത്തെ ഏതെല്ലാം രൂപത്തിലാണ്, ഇത് ഭാവനയിൽ കണ്ടല്ലോ, ആ ഭാവനയിൽ കണ്ട രൂപത്തിനനുസരിച്ച് അലങ്കരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് യജ്ഞോപവീതമെല്ലാം ധരിച്ചിട്ട് വേണം ഈ കർമ്മങ്ങൾ ചെയ്യാം. ഭസ്മെല്ലാം വരി തേച്ചിട്ട് ആ രൂപത്തിൽ, ഒരു ഭക്തൻ്റെ രൂപത്തിൽ അതിനെ പിന്നെ അലങ്കരിക്കുക. നമ്മൾ ഭാവനയിൽ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ധരിച്ചിട്ട് ഇരിക്കുന്നത്, അതുപോലെ അലങ്കരിക്കുക, കഴിയുന്ന തരത്തിൽ അലങ്കരിക്കുക. അതിനുശേഷം നിവേദിക്കുകയാണ്. എന്തെല്ലാം? പാദ്യത്തെ, ആചമനീയത്തെ, ചന്ദനത്തെ, പുഷ്പത്തെ, അക്ഷതത്തെ, ധൂപത്തെ, ദീപത്തെ, നൈവേദ്യം എന്നിവ പൂജ ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി എനിക്ക് അർപ്പിക്കുക. ഇവിടെ നമ്മളെല്ലാം അർപ്പിക്കുകയാണ്. ഇനി എന്തെല്ലാം അർപ്പിക്കാൻ പോകുന്നതെന്ന് നോക്കാം. 34 പറയാം. ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ, ഇല്ലാത്തവരോടല്ലോ ഇത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കടം വാങ്ങിയിട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല. ഉണ്ടെങ്കിൽ വെല്ലം, പായസം, നെയ്യ്, മുറുക്ക്, അപ്പങ്ങൾ, കൊഴക്കട്ട, പാൽക്കഞ്ഞി, പിന്നെ തൈര്, പരിപ്പ്, ഇവയെല്ലാം നിവേദിക്കാം. എന്തും കൊണ്ടുവരാം, ഞാൻ എടുത്തു. എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. ഇങ്ങടുത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കിങ്ങ് തന്നെ. അതായത് നിങ്ങളെല്ലാം എന്നെ അർപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ ആശയം. നിങ്ങൾക്ക് കഴിവുള്ള അനുസരിച്ച് എന്തെല്ലാം നിങ്ങൾക്ക് തരാൻ പറ്റും അതെല്ലാം എന്നെ അർപ്പിക്കുക. ഉണ്ടെങ്കിൽ 35 പറയാണ്. ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ചെയ്യാം. ഉണ്ടെങ്കിൽ ദിവസവും ഉള്ളതല്ലേ എനിക്കിങ്ങ് തന്നേക്ക്. അല്ലെങ്കിൽ ഏകാദശി നാളിലും മതി, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മതി, എല്ലാ ദിവസവും വേണ്ട. അവരവരുടെ കഴിവനുസരിച്ച് എണ്ണ തേച്ച് കുളിച്ച് പഞ്ചാമൃതം, അന്നം, ഭക്ഷ്യം ഇതെല്ലാം നൽകാം. പാട്ടാകാം, നൃത്തമാകാം, എല്ലാം ആകാം. വേണമെങ്കിൽ പാട്ടോ നൃത്തമോ എന്തെല്ലാം കലയോ എല്ലാം പോരട്ടെ എനിക്കായിട്ട്. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ? എല്ലാവരെയും പിടിച്ച് പാട്ട് പാടിപ്പിക്കുകയോ നൃത്തം ചെയ്യിക്കുകയോ എല്ലാം എൻ്റെ മുമ്പിൽ എന്തും നിങ്ങൾ. അങ്ങനെയാണ് ഉത്സവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അവരവരുടെ ഗൃഹങ്ങളിൽ സൂത്രത്തിൽ പറഞ്ഞത് പ്രകാരം അതെല്ലാം കുഴിയോ വേദിയിലോ മൂലാവയിൽ നിർമ്മിക്കപ്പെട്ട കുണ്ടങ്ങളിൽ അഗ്നിയെ സ്ഥാപിച്ചിട്ട്, വീട്ടിൽ ബെഡ്ഷീറ്റോ ആകാം, അഗ്നികുണ്ടം ഉണ്ടാക്കിയിട്ട് അതിൽ അഗ്നിയെ സ്ഥാപിച്ച് ആ അഗ്നിയെ 4 ദിക്കിൽ നിന്നും ആവാഹിച്ചിട്ട് കൂട്ടണം. അഗ്നിയെ ആവാഹിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അഗ്നി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എവിടെ എത്തുന്നത്? ശ്രീഹരിയായിട്ട് എത്തുന്നത്. ശ്രീഹരി നിർഗുണമായ ബ്രഹ്മം ആദ്യം അഗ്നിയായിട്ടാണ് 4 ഭാഗത്തേക്കും വ്യാപിച്ചത്. ഊർജമായിട്ട് ആദ്യം വന്നു. നിർഗുണമായ ബ്രഹ്മം ഊർജ രൂപത്തിൽ 4 പാടും വ്യാപിച്ചു. നമ്മൾ ആ ദൈവത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പം അഗ്നികുണ്ടത്തിൽ കത്തിച്ചിട്ട് 4 ഭാഗത്തുനിന്നും കൂട്ടിയിട്ട് ഒന്നിലേക്ക് എത്തിക്കുമ്പോൾ എന്തിലേക്കാണ് എത്തുന്നത്? ആ ഈശ്വരനിലേക്കാണ് എത്തുന്നത്. പിന്നെ 37 ദർഭ വിരിച്ച് ജലതർപ്പണം ചെയ്ത് ഹോമദ്രവ്യങ്ങൾ അഗ്നിക്ക് വടക്ക് വെച്ച്, അഗ്നി കൊണ്ടുണ്ടാക്കിയത് അതിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് ജലത്താൽ തളിച്ച് അഗ്നിയാൽ എന്നെ ധ്യാനിക്കണം. എന്നിട്ട് ആ അഗ്നിയിൽ എന്നെ ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കണം? 38-41 ഉരുക്കിയ സ്വർണം പോലെയുള്ള നിറം, ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവയുടെ 4 കൈകളിൽ, ശാന്തവും മഞ്ഞ വസ്ത്രമെല്ലാം ധരിച്ചിട്ട് ശോഭിക്കുന്ന കിരീടമുണ്ട്, വളയുണ്ട്, അരഞ്ഞാണുണ്ട്, തോൾവളയുണ്ട്, മാറിൽ കൗസ്തുഭരക്തമുണ്ട്,
പ്രകാശിക്കുന്ന കൗസ്തുഭരത്നം വനമാലയുണ്ട്. ധരിച്ചവനെ ധ്യാനിച്ച് പൂജിച്ച് നെയ്യ് അഭിഷേകം ചെയ്ത് സതിത്തുക്കൾ അഗ്നിയിൽ ഇട്ട് ഹവിസിനെ നെയ്യോടൊപ്പം മൂലമന്ത്രത്തോടും കൂടി പുരുഷ സൂക്തത്താലും പൂജാക്രമമനുസരിച്ച് ധർമ്മം മുതലായ ദേവതകൾക്കെല്ലാം ഹോമവിധി പ്രകാരം എന്ത് വേണം അനുഷ്ഠിക്കണം. എന്നിട്ട് 42 പിന്നെ അഗ്നിയിൽ അന്തരാമിയായിരിക്കുന്ന ഭഗവാനെ പൂജിച്ച് അഗ്നിയിലും അന്തരാമിയായിരിക്കുന്ന അഗ്നിയുടെ അകത്തും അന്തരാമിയായിരിക്കുകയാണ് ആര്? ശ്രീ ഭഗവാൻ, ശ്രീ ഹരി, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിന്ന് വന്ന ആ ശ്രീഹരി. അതിനെ ആ അഗ്നിയുടെ അകത്ത് നമ്മൾ പൂജിച്ച് നമസ്കരിച്ച് നന്ദന്മുതലായ പാർഷദന്മാർക്ക് ബലി നൽകി പിന്നെ പരബ്രഹ്മത്തെ ധ്യാനിക്കണം. അപ്പം അവസാനം നമ്മൾ ശ്രീഹരിയിൽ നിന്നും വിട്ട് പാർഷദന്മാരെ എല്ലാം വേണ്ടതെല്ലാം പൂജ ബലിയർപ്പിച്ചിട്ട് പിന്നെ എന്ത് വേണം? പരബ്രഹ്മത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അവസാനം നമ്മൾ ധ്യാനം എത്തേണ്ടത് പരബ്രഹ്മത്തിലെത്തണം. എന്നിട്ട് അതിൻ്റെ മൂലമന്ത്രവും ചൊല്ലുക. ഇനി 43 അപ്പം നമ്മൾ ബ്രഹ്മത്തിലെത്തി മന്ത്രവും ചൊല്ലിക്കഴിഞ്ഞു. അതിൻ്റെ ശേഷം അപ്പം നമ്മൾ അവിടെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം പ്രതിമയിലും അഗ്നിയിലും ഭഗവാന്റെ ഭോജനമെല്ലാം കഴിഞ്ഞതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. നമ്മളടുത്തുള്ള എല്ലാം ഭഗവാൻ അർപ്പിച്ചു. ഭഗവാൻ അത് കഴിച്ചിട്ട് ഭോജനശേഷിപ്പിനെ ബാക്കി കിട്ടുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ബാക്കി വരുന്ന സാധനം ഭഗവാൻ ഒന്നുമില്ല. ബാക്കി വരുന്ന ശേഷിപ്പിനെ വിശ്വക്സേനൻ എന്ന പാർഷദ മുഖ്യന് നൽകണം. പിന്നെ വിശ്വക്സേനൻ എന്ന അദ്ദേഹത്തിൻ്റെ പാർഷദന്മാരിൽ മുഖ്യനായിരിക്കുന്ന അദ്ദേഹത്തിന് നൽകിയിട്ട് അദ്ദേഹത്തിന് വെറ്റിലയും പാക്കുമല്ല അത്യാവശ്യമാണ്. അതുകൊണ്ട് വെറ്റിലയും പാക്കുമല്ല അർപ്പിക്കണം അദ്ദേഹത്തിന്. പിന്നെ 44 ലീലകളെ ഗാനം ചെയ്തുകൊണ്ട് കീർത്തനം കൊണ്ടും അഭിനയിച്ചുകൊണ്ടും വേണ്ടിക്ക് അഭിനയിക്കുകയും ചെയ്യാം. അവിടെ ഇരുന്നിട്ട് നൃത്തം ചെയ്യുകയും ചെയ്യാം, നൃത്തവും ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് നൃത്തം വെക്കാം. എൻ്റെ കഥകളെ ശ്രവണം ചെയ്ത് കേൾക്കാം. പിന്നെയോ ഒരു മുഹൂർത്തകാലം ഒരു മുഹൂർത്ത നേരം മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഉത്സാഹത്തോടുകൂടി ഭജിക്കണം. പിന്നെ 45, 46 ഋഷികളാൽ ലഭിച്ച പുരാണ സ്തോത്രങ്ങളും വർത്തമാനകാലത്തിലൂടെയുള്ള സ്തോത്രങ്ങളും ഋഷികൾ തന്ന വേദമന്ത്രങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് ഉച്ചരിക്കാം. പിന്നെ ആധുനിക കവികളെല്ലാം ഇപ്പം അയ്യപ്പൻ്റെ ഭക്തിഗാനെല്ലാം എഴുതി പിടിപ്പിച്ചാട്ടില്ല, പഠിക്കാതിഞ്ഞല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം ഋഷികൾ തന്നതും ആധുനിക കാലത്തുള്ള സ്തോത്രങ്ങളും സ്തുതിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തിൽ നിന്നും പേടിച്ചവനും. അപ്പം നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഈ ജീവിതമാവുന്ന സംസാര സാഗരത്തിലെ ഭയന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പേടിച്ചവനും അതിനാൽ നിന്റൊരു വഴിയെ ശരണം പ്രാപിച്ചവനുമായ എന്നെ രക്ഷിക്കണേ. ഇത് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് പറയണം? എന്നെ രക്ഷിക്കണേ, ഈ സംസാര സാഗരത്തിൽ നിന്നങ്ങ് രക്ഷിക്കണേ. നിങ്ങളുടെ രക്ഷിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്ക് കൊണ്ടുപോവുക, നേരെ അങ്ങ് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെയൊന്നും വേണ്ട, തൽക്കാലം ഒന്ന് രക്ഷിച്ചാൽ മതി. രക്ഷിക്കണേ എന്ന് 2 കൈകളോടും കൂടി കാലിൽ പിടിച്ചുകൊണ്ട് വേണം പറയാം. നൃത്തമെല്ലാം കഴിഞ്ഞിട്ട് 2 കൈ കൊണ്ട് ആ പ്രതിമേൻ്റെ കാലിലും പിടിച്ചിട്ട്, കാലിൽ പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് തല കൊണ്ട് ആ കാലിൽ സ്പർശിക്കുന്നത് പോലെയാക്കിയിട്ട് അതിൻ്റെ ശേഷം സാഷ്ടാംഗം നമസ്കരിക്കണം. എന്താണ് ചോദിക്കുന്നത്? എന്നെ രക്ഷിക്കണേ, ഈ സംസാര സാഗരത്തിൽ ഞാനിവിടെ കിടന്ന് ഈ ജന്മം കൊണ്ട് കഷ്ടപ്പെട്ട് തൊലയുകയാണ്, എന്നെ
രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ എൻ്റെ മോക്ക് കല്യാണ പയ്യനെ കൊണ്ട് തരണം, മറ്റവൻ്റെ തല വെട്ടണം, എൻ്റെ ശത്രു ഉണ്ട് അവൻ്റെ തലയിൽ ഇടുത്തി വീഴ്ക്കണം, ഇതൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. ഈ സംസാര സാഗരത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിച്ചു തരിക. മോചിപ്പിച്ച് തരണിക്ക് ബ്രഹ്മസാക്ഷാത്കാരേ വഴിയുള്ളൂ, അല്ല വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ 47 ഇങ്ങനെ ചെയ്ത ശേഷം ബാക്കി വരുന്ന പ്രസാദം ഉണ്ടല്ലോ, അതെടുത്തിട്ട് എന്നാൽ നൽകപ്പെട്ടത്, എനിക്കായിട്ട് നൽകപ്പെട്ടതാണെന്ന് സങ്കല്പിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കർമ്മവും ബുദ്ധിയെല്ലാം ജീവിതത്തിൽ എന്ത് വേണം, ആ ശക്തിക്കായിട്ട് നൽകുകയാണ്. അതാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് നമ്മളെ ചെയ്ത് കാണിപ്പിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. ലോക പുരോഗതിക്കായിട്ട് നമ്മളെ ബുദ്ധിയും ശക്തിയും കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം തരുന്നത് എനിക്ക് ലഭിച്ചതായി, അതിൻ്റെ ഫലമായിട്ട് വല്ലതും കിട്ടിയില്ലെങ്കിൽ ആ കിട്ടിയതാണ് ഈ സൃഷ്ടിച്ച ഭക്ഷണം എന്ന് സങ്കല്പിച്ച് തലയിൽ വെച്ചിട്ട് ചിന്തിക്കണം. ഇത് നീ എനിക്ക് തന്നതാണ്, ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നു. അപ്പം എൻ്റെ എല്ലാം അങ്ങ് കൊടുത്തു. എന്നിട്ട് അങ്ങ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. എന്താ തന്നതെന്ന് വെച്ചാൽ സ്വീകരിച്ചോളൂ. അതാണ് പ്രസാദം. ഇനി 48 പറയുകയാണ്, പ്രതിമയിൽ എന്നെ കാണുന്നുവോ അപ്പോൾ അതിൽ പൂജിക്കാം. പ്രതിമയിൽ എന്നെ കാണുന്നുവെങ്കിൽ പൂജിക്കാം. അല്ലാതെ വെറുതെ പ്രതിമേനെ പൂജിച്ചിട്ട് കാര്യമില്ല. പ്രതിമയിൽ എന്നെ കാണണം. കാരണം ഞാൻ സമസ്ത വസ്തുവിലുമുണ്ട്, എല്ലാ വസ്തുവിലും ഞാനുണ്ട്. അതുകൊണ്ടാണ് പ്രതിമയിൽ പൂജിക്കാൻ പറഞ്ഞത്. അപ്പോൾ ലുട്ടാപ്പിൻ്റെ പടം വെച്ചാലും അതിലും ഞാനുണ്ട്. തൂണിലും തുരുമ്പിലുമുണ്ട്, ലുട്ടാപ്പിൻ്റെ പടത്തിലും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് യുക്തിവാദികൾ ലുട്ടാപ്പിൻ്റെ പടം വെച്ചിട്ട് ഇപ്പം പൂജിക്കുന്നത്. അതിനകത്തുണ്ട് ഞാനുണ്ട്. അതുകൊണ്ടാണ് നാരായണ ഗുരു എന്ത് ചെയ്തത്, കല്ല് ഭക്തന് വന്നപ്പോൾ പിടിച്ചോ കല്ല്, ഇതാ പിടിച്ചോ, എന്താ അതിൻ്റെ അത് ഉണ്ട്. മറ്റാര് വരുന്നു, കണ്ണാടി എടുത്തു കൊടുക്കുന്നു. വേറെ കൂട്ടരുടെ ഓർമ്മ നിങ്ങൾ ആകാശത്ത് നോക്കി ചെയ്താൽ മതി, രൂപവും ഭാവവും പ്രതിമയിലൊന്നും വേണ്ട, ബിംബത്തെ ആരാധിക്കണ്ട. മതി, ആകാശവും മതി. ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആകാശത്തിൽ. ചിലവർക്ക് കുരിശെല്ലാം ഉണ്ടായാലേ പറ്റുള്ളൂ. കുരിശ് വേണം, ഉണ്ടെന്ന് ഏതിലാണ് ഇല്ലാത്തത്? യുക്തിവാദി പറയുന്നതും എല്ലാ മതങ്ങളും പറയുന്നതും ഓരോന്ന് കാട്ടിയിട്ട് അതിനകത്തുണ്ടെന്ന് പറയുന്നത് തന്നെയാണ് യുക്തിവാദിയും പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ആകാശത്ത് നോക്കിയിട്ട് ചെയ്യും, ഒന്നിൻ്റെ ആവശ്യമില്ല. ഭൂമിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഭൂമിയിൽ ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ വെച്ച് പൂജിക്കുകയാണ്. ധാരാളം മതി. എല്ലാത്തിലും ഞാനുണ്ട് എന്ന് സങ്കല്പിച്ചാൽ മതി. കാരണം ഞാൻ സമസ്ത വസ്തുവിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇനി 49 ഇത്തരത്തിൽ വേദോക്തമായും തന്ത്രോക്തമായും, തന്ത്രം എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറഞ്ഞാൽ സയൻസ്, തന്ത്രം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ, രണ്ടും കൂട്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ പൂജിച്ചാൽ ഇഹത്തിലും പരത്തിലും എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കിട്ടും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കിട്ടും. പക്ഷെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഫലേച്ഛയില്ലാതെ വേണം ഇത് തുടങ്ങാനെന്ന്. പിന്നെ എന്തോന്ന് ആഗ്രഹിക്കുക? അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഒന്നും ആഗ്രഹിക്കാതെ പൂജ ചെയ്യണം. എന്നിപ്പം പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം കിട്ടും. 50 വളരെ ദൃഢമായ ഒരു അമ്പലം നിർമ്മിക്കണം. അപ്പോൾ ഒരു അമ്പലം, നല്ല ഫലത്തിൽ ഒരു അമ്പലം ഉണ്ടാക്കി, ഇത് സ്ഥിരമായ പൂജ നടത്തുന്ന പരിപാടിയാണ്.
അവിടെ എൻ്റെ വിഗ്രഹം നല്ലവണ്ണം പ്രതിഷ്ഠിച്ചിട്ട് ഒരു നല്ല ഉദ്യാനമെല്ലാം ഉണ്ടാക്കണം മുമ്പിൽ. ഇത് നിത്യപൂജ നടത്താം, ദിവസവും പൂജ നടത്താം, ഉത്സവമെല്ലാം നടത്താം, രഥമെല്ലാം ഉണ്ടാക്കി വെക്കാം. ഇതെല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് അമ്പലങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് പ്രതിദിനം 51 പ്രതിദിനം പൂജ നടത്താം. ഏകാദശി ദിവസങ്ങളിൽ, അങ്ങനെ വിശിഷ്ട ദിവസങ്ങളിൽ പൂജ നടത്താം. പിന്നെയോ പൂജ മുടങ്ങാതെ നടത്തണം. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ കൃഷി, കച്ചവടം, ആ നഗരവും ഗ്രാമവും എല്ലാം ഇവകളെല്ലാം നല്ല ഐശ്വര്യത്തോടുകൂടി നിലനിൽക്കും എന്ന് പറയുകയാണ്. കാരണം എല്ലാവരും ഈശ്വരന് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. എല്ലാം ഈശ്വരനെ അർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ളതെല്ലാം ഇന്ന് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിൽ സുഖമൊന്നുമല്ല കിട്ടുക. ഞാൻ ചെന്നിട്ട് പറയും, എനിക്ക് പാര വെക്കുന്ന ഒരുത്തൻ ഗ്രാമത്തിൻ്റെ മറ്റേ മൂലക്ക് നിൽക്കുന്നുണ്ട്, അവൻ്റെ തലയിൽ ഡിറ്റി വീഴണം, മറ്റവനെ പാമ്പ് കടിക്കണം. ഇതെല്ലാം നമ്മളെ ആവശ്യങ്ങൾ പലവരുടെയും. ശത്രു സംഹാര പൂജ, ഇതെല്ലാം ആ ഗ്രാമത്തിൽ എന്താ സംഭവിക്കുക? ഇവരെ ഓരോ ആളും പറയുന്ന ആഗ്രഹപ്രകാരം സാധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് നടക്കുക? ഇതൊന്നല്ല പറഞ്ഞത്. നമ്മളുള്ളതെല്ലാം അവിടെ കൊണ്ട് അർപ്പിക്കുക. ആ ഒരു മനസ്ഥിതി ആ ഗ്രാമത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഗ്രാമം സുഭിക്ഷമായി കഴിഞ്ഞ സംശയമൊന്നുമില്ല. നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവർ. ഇനി 52 വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതിനാൽ സാർവഭൗമത്വം ആണ് സംഭവിക്കുന്നത്. അമ്പലം പണിയുന്നതിനാൽ ത്രിലോകാധിപത്യം, 3 ലോകങ്ങൾ. അമ്പലം എന്ന് പറഞ്ഞത് ലോകമാണ്, പ്രകൃതിയാണ്. മറ്റേത് വിഗ്രഹം എന്ന് പറയുന്നത് സാർവഭൗമമായ. പൂജ എന്നതിലൂടെ ഉപയോഗിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മലോകപ്രാപ്തിയാണ്. അപ്പം 3 കൂടി ചേരുമ്പോൾ എനിക്ക് സമാനമായ ആകൃതിയെ പ്രാപിക്കും. ഈ 3 കൂടി ചേരുമ്പോൾ സാക്ഷാത് പരമാത്മാവ്, പരബ്രഹ്മം, ആ രൂപമായിട്ട് അത് മാറും. ഇനി 53 പറയുകയാണ്, ഫലേച്ഛയില്ലാതെ ഭക്തിയോഗത്താൽ. അപ്പം ഇതാണ് അതിൻ്റെ ലക്ഷ്യം. ഫലേച്ഛയില്ലാതെ ഭക്തിയോഗം. ഭക്തിയോഗം എന്താണ്? എല്ലാം സ്വീകരിക്കായിക്കൊണ്ട് നമ്മൾ അർപ്പിക്കുന്നു, എന്നെ തന്നെ പ്രാപിക്കും. ഫലേച്ഛയില്ലാതെ ഭക്തി, ഇത്തരത്തിലുള്ള ഭക്തിയോഗത്താൽ നീങ്ങുന്നവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. ആര് എന്നെ മുമ്പ് പറഞ്ഞതുപോലെ പൂജിക്കുന്നുവോ അവരിൽ ഭക്തിയോഗം ഉണ്ടാകും. ഈ പറഞ്ഞ പ്രകാരം പൂജിച്ചാൽ ഭക്തിയോഗം ഉണ്ടാകും. ഭക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട. ഭക്തി നേരത്തെ പറഞ്ഞ എന്താണ്? എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുന്നതാണ് ഭക്തിയോഗം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണ്? നമ്മൾക്ക് ഒരു ബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ല. എല്ലാം രാഷ്ട്രത്തിനായി, ആ ശക്തിക്കായിക്കൊണ്ട് നമ്മൾ യത്നിക്കുക, കിട്ടുന്നത് അനുഭവിക്കുക. എന്നിട്ട് 54 പറയുന്നു, ആര് തന്നാൽ നൽകപ്പെട്ടതായ ദേവബ്രാഹ്മണ സ്വത്തിനെ അപഹരിക്കുന്നുവോ, ബ്രാഹ്മണന്റെ സ്വത്തിനെ അപഹരിക്കുന്നുവോ അവൻ 10 കോടി കൊല്ലങ്ങൾ മലം ഭക്ഷിക്കുന്ന പുഴുവായി ജനിക്കും. അപ്പോൾ ഇവിടെ ബ്രാഹ്മണനാരാണ്? ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ചിന്തകരും ബുദ്ധിയുള്ളവരും ശാസ്ത്രജ്ഞരുമായ ആൾക്കാരുടെ കണ്ടുപിടുത്ത ഫലമായിട്ടാണ് ലോകം പുരോഗമിക്കുന്നത്. അപ്പം ഈശ്വരൻ ആക്ട് ചെയ്യുന്നത് ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ബുദ്ധിമാന്മാരായ ആൾക്കാരിലൂടെയാണ്. അവരുടെ ചിന്തകളാണ്, നമ്മളെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഈ സുഖത്തിനെല്ലാം പിന്നിലുള്ളത്.
അപ്പം അവരെ ദ്രോഹിക്കുന്നവർക്ക് 10 കോടി കൊല്ലങ്ങൾ മലം ഭക്ഷിക്കുന്ന പശുവായിട്ട് ജനിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന കർത്താവിനും, അതായത് ബ്രാഹ്മണർക്കെതിരായി പ്രവർത്തിക്കുന്ന കർത്താവിനും, അവർക്ക് സഹായം ചെയ്തവനും അതിനെ പ്രേരിപ്പിച്ചവനും അതിനെ അനുമോദിച്ചവരും മരണാനന്തരം ഇതേപോലെ തന്നെ അനുഭവം ഉണ്ടാകും. അതായത് മരിച്ചാൽ 10 കോടി കൊല്ലങ്ങൾ പുഴുവായിട്ട്, മലം ഭക്ഷിക്കുന്ന പുഴുവായിട്ട് ജനിക്കും. അപ്പം ഉപദ്രവിച്ചതിന് മാത്രമല്ല, അവനെ പ്രേരിപ്പിക്കുക, അവനെ അനുമോദിക്കുക, സഹായം ചെയ്ത് കൊടുക്കുക, ഇവർക്കെല്ലാം ഇത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഇത്രയും പൂജ ഇതെല്ലാം പറഞ്ഞിട്ട് ഇത് സാധാരണ ജനങ്ങൾക്കാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു വെക്കുന്നതാണ് ബുദ്ധിയുള്ളവരാണ്, അവരുടെ മഹത്വം മനസ്സിലാക്കാനാണ് പറയുന്നത്. അവർ പറഞ്ഞു തരും എന്താണ് ഇതിൻ്റെ അർത്ഥം. അവരാണ് ലോകത്തെ നയിക്കുന്നവർ, അവരിലൂടെയാണ് ഈശ്വരൻ ആക്ട് ചെയ്യുന്നത്. അവൻ്റെ ബുദ്ധിയെ ഉത്തേജിപ്പിച്ചിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ, പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങളുടെ എല്ലാം ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടുപോവുകയാണ്. അതിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളും നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ആ പുരോഗതിക്ക്, ലോകം മുന്നോട്ടേക്ക് പോകുന്ന ആ പുരോഗതിക്കായിട്ട് യത്നിക്കുക. അതിലൂടെ 3ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകമുണ്ടാകും. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അന്നത്തെ പോലെ ഉച്ചതേജത്വങ്ങളില്ലാതെ എല്ലാവരും ഒരു കുടുംബത്തിൽ അന്നത്തെ പോലെ സമന്മാരാകുന്ന ഒരു ലോകം. അതിനാണ് ആ ശ്രീഹരി ശ്രമിക്കുന്നത്. അതിൽ പങ്കാളികളാവും.